ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണികളൊക്കെ കഴിഞ്ഞു. എൻ്റെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയായിരുന്നു. പുലർച്ചെ എപ്പോഴാണ് മഴ പെയ്ത് തുടങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. പുലർച്ചയ്ക്ക് തൊട്ട് മഴ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു. ഏട്ടന് ഓഫീസിൽ പോകേണ്ട ദിവസമാണല്ലോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ പഴനി പോയി വന്നതിന് ശേഷം ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്ഷീണമല്ല, ഈ കാല് നമ്മൾ നടന്നാണല്ലോ സ്റ്റെപ്സൊക്കെ കയറിയത്. അപ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിൽ, കണ്ണിക്ക് മുകളിലായിട്ട് നമുക്ക് ഇത്തിരി ഇങ്ങനെ ഇറങ്ങുമ്പോൾ സ്റ്റെപ്സ് കോണിക്ക് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരു ചെറിയൊരു പിടുത്തം. അപ്പോൾ ഇത്തിരി പെയിനുള്ള ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒക്കെ ഇന്നലെ നന്നായിട്ടായിരുന്നു. ഇന്നലെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് കുറവാണ്. വേദനയ്ക്ക് ഇത്തിരി കുറവുണ്ട്. എന്നാലൊരു നമുക്കൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ അതൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കണ്ണട വയ്ക്കുമ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് എനിക്ക് തന്നെ എന്നെ കാണാനില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇന്നെന്താ വെച്ചാൽ സാമ്പാർ വെച്ചു, ഇടിച്ചക്ക തോരൻ വെച്ചു, പിന്നെ പപ്പടം ഉണ്ട്, കൊണ്ടാട്ടുണ്ട്. അപ്പം അതൊക്കെ കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക്. പിന്നെ എന്തെങ്കിലും ഉച്ചയ്ക്ക് രാവിലെ പല പഴം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമായിരുന്നു. കഞ്ഞിയാണെന്ന്. അപ്പോൾ എനിക്കിന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു ദിവസം മടി പിടിച്ച മഴയുള്ള ഒരു ദിവസം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്തെ കാര്യം മഞ്ഞൊക്കെ കാണിച്ചു തരാട്ടോ. നല്ലതാ. ഒരു 8:45 ആവാറായി. എന്നിട്ട് പോലും നല്ല മഴച്ചാറ്റലുണ്ട് ഇപ്പോൾ. പിന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് കാണാം. അപ്പോൾ പിന്നെ ഇനി ഗേറ്റൊക്കെ തുറന്ന് വിടണം. ഗേറ്റൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടെ. ഞാൻ കാണിച്ചു തരാം. കണ്ണടയൊക്കെ ഇട്ട് കണ്ണട വെച്ചില്ലെങ്കിൽ ഒന്നും കാണില്ല. കണ്ടാ മഴയൊക്കെ പെയ്തിട്ടിരിക്കുക. എന്താ ചെയ്യാല്ലേ. ഏട്ടൻ ഇങ്ങനെ കുളിക്കണേ ഉള്ളൂ. കുളിക്കണ അപ്പം ഇനി ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളിലേക്കൊക്കെ. നല്ല മഴയുണ്ട്, മഴച്ചാറ്റലുണ്ട്. മഴ നല്ലപോലെ തൂളുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല രസമാണ്. തണുപ്പും ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടു. ചാറ്റൽ മഴയും പിന്നെ നമ്മുടെ ഈ മഞ്ഞുകാലമൊക്കെ കൂടി ആയതുകൊണ്ട് നല്ല എന്താ പറയുക, തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഈ പട്ടയുണ്ടല്ലോ, ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു ഇതുപോലെ ഏതോ ഒരു ചെടികൾ വിൽക്കുന്ന കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചത്. 15 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചെടിക്ക് കേട്ടോ. ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 5 വർഷമായിട്ടുണ്ടാവും ഈ ചെടികളൊക്കെ മേടിച്ചിട്ട്. അമ്മ അന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോൾ ഇതുമ്മ ഒരു ഓല ഇങ്ങനെ അങ്ങനെ കരിഞ്ഞു നിൽക്കണ്ടായിരുന്നു പട്ട. നമ്മൾ അതേപോലെ എപ്പോഴും ഈ തെങ്ങുമ്മ കുറച്ച് പട്ട. എനിക്കിതുമ്മ മാലബൾബൊക്കെ ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇതുവരെ സാധിച്ചിട്ടില്ല. മാലബൾബൊക്കെ ഇട്ട് വെക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമാണത്. അപ്പോൾ അതൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നിശാഗന്ധി അങ്ങ് പൊടിച്ചിട്ടുണ്ട് കണ്ടോ. ചട്ടിയിൽ ഒക്കെ നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുളസി കാര്യങ്ങളൊക്കെ നന്നായി മഴ പെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്കപ്പൂവ്, താമരമുട്ട് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചത്. അക്കപ്പൂവ് ഒക്കെ അടിപൊളിയുണ്ട്. കിളികളുടെ ശബ്ദമാണല്ലേ, കിളികിളികൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ പ്രഭാതം, സുപ്രഭാതം. ഇങ്ങനെ വേണം കിളികൾ. ഞങ്ങൾ എന്താ പറയുക, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസൊക്കെ നന്നായിട്ട് കാണാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടൻ പോയിട്ടില്ല. ഏട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ശൂന്യതയായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അയ്യോ എല്ലാം കഴിഞ്ഞു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പരിപാടികളൊന്നുമില്ല. അപ്പോഴാണ് ഒരു മൂകാംബിക സൂര്യ TV-യിൽ ഒരു 8:30 ഒരു സീരിയൽ വരുന്നുണ്ട്, മൂകാംബിക എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് 8:30 ആവാനായിട്ട് ഇപ്പം അതിനോടൊരു ക്രേസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കഥകളൊക്കെ കാണാനൊക്കെ എനിക്കിഷ്ടമാണ്. ഈശ്വരന്മാരുടെ കഥകൾ
അങ്ങനെ അപ്പം അത് എനിക്ക് അതുകൊണ്ട് അത് കാണാനായിട്ടിരിക്കും. ഞാൻ മൂകാംബിക കാണാനായിട്ട് ഇട്ടരയാകുമ്പോൾ അതിനോടൊരു ഇല്ലാത്തൊരു ക്രേസാണ് ഇപ്പോൾ. മൂകാംബിക ദേവിയുടെ ബിഗ് ബോസ് ആകുമ്പോൾ പിന്നെ ഫുള്ള് ഇങ്ങനെയാണല്ലോ. എല്ലാ ദിവസവും 9:30 ആകുമ്പോഴേക്കും നമ്മൾ ബിഗ് ബോസ് തുടങ്ങാറായി എന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ ശനി ഞായർ മോഹൻലാൽ 9 മണിക്ക് മോഹൻലാൽ വരും. അപ്പം അത് നമുക്കതൊരു സന്തോഷം. അപ്പം അങ്ങനെ അത് ഭയങ്കര ക്രേസായിരുന്നു ബിഗ് ബോസ് കാണാനായിട്ട്. എല്ലാ എപ്പിസോഡും മുടങ്ങാണ്ടിരുന്ന് കാണും. പിന്നെ ഓരോരുത്തർ റിവ്യൂ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അത് ഓരോരുത്തരുടെ ഓരോ നല്ല രസമല്ല അവർ തമ്മിലുള്ള ഒരു മത്സരം, അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം നല്ല തണുപ്പാടോ, ഭയങ്കര തണുപ്പാടെ. ഇവിടെ ഇരിക്കുമ്പോഴേ ഇവൻ ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുള്ളോട്ടെ കരിമ്പൂച്ച. അവന് ഓടിപ്പോയി ഞാൻ എണീറ്റപ്പോൾ. കരിമ്പൂച്ചയുണ്ട് കേട്ടോ അവിടെ, വിളിച്ചിരിക്കുക. കണ്ടാ, ഇവൻ ഇവിടുത്തെ ആളായിപ്പോയി. ഇവൻ ഇപ്പോൾ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ബാൽക്കണിയിലാണ് ഇരിക്കുന്നതൊക്കെ. കണ്ടോ കരിമ്പൂച്ച. അങ്ങനെ കരിമ്പൂച്ചയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. എനിക്ക് ആദ്യമൊക്കെ കരിമ്പൂച്ച എന്നൊക്കെ പറഞ്ഞ പേടിയായിരുന്നു. പ്രേതം എന്നൊക്കെ വിചാരിക്കുമല്ലോ നമ്മൾ. ഇപ്പോൾ ഇവനെ കണ്ട് ഒരു പേടിയൊക്കെ അങ്ങ് മാറിപ്പോയി. അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നോട്ടെ, അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട ചെയ്തവള്. ആള് പോയി. ആള് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ്ട വെച്ചിട്ട് ആള് പോയി മെടുക്കൻ. അങ്ങനെ ഇതാ പപ്പടം, സാമ്പാർ, കൊണ്ടാട്ടം, പിന്നെ ഇതാ എൻ്റെ ഇടിച്ചക്ക തോരൻ, ചോറ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള പുറപ്പാടായിട്ടോ. അല്ലെങ്കിൽ വിശന്ന് ഒരു പരുവായി പോവും ഞാൻ. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമാണ്. അപ്പം ഞാൻ ആ ചോറൊക്കെ എടുത്തു. കണ്ടോ, കായ, പിന്നെ കായ ഇട്ടിട്ടുണ്ട്, അതുപോലെ വഴുതിനിങ്ങ ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ പരിപ്പം കൂട്ടിയിട്ടുള്ള സാമ്പാർ, നമ്മുടെ മല്ലിപ്പൊടി വറുത്തത് കേട്ടോ. പിന്നെ അങ്ങനെ ഇതൊക്കെ കൂട്ടി ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.